എല്ലാവർക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് NDA സ്പെഷ്യൽ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. നമുക്ക് NDAക്ക് ഇങ്ങനെ കൂടുതലും അതിന് മാത്രമായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, മറ്റൊരെണ്ണമാണ് നമ്മുടെ ട്രിഗണോമെട്രിയിലെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും 10 മീറ്റർ മാറി നോക്കുന്നു. പക്ഷേ അത്രയും സിമ്പിളായിട്ടുള്ളതല്ല, ഇച്ചിരിയുടെ ഹയർ ലെവൽ. പിന്നെ NDAക്ക് മാത്രമായിട്ട് വരുന്ന മറ്റൊരെണ്ണമാണ് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സുകളും ആംഗിൾസും തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം NDAക്ക് മാത്രമായിട്ട് കുറേ ടോപ്പിക്സുകളിൽ ഓരോന്നാണ്. പിന്നെ ലാസ്റ്റ് വൺ ബൈനറി നമ്പേഴ്സ്. ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം ഉപയോഗിച്ചിട്ടുള്ള കുറേ ഓപ്പറേഷൻസുകൾ, ബൈനറി നമ്പേഴ്സുകൾ, അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇന്നത്തേത് എടുക്കാൻ പോകുന്നത് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ്. നോക്കിക്കേ, ഇപ്പോൾ നമ്മളിപ്പോഴേ x³ = 1 എന്ന് എഴുതുമ്പോൾ അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 1 ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 1 എഴുതുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കി, ഇപ്പോൾ x² = 25 എന്നാണെങ്കിൽ x = √25, ആൻസർ +or-5 എന്ന് എഴുതാറുണ്ട് അല്ലേ? അവിടെ നമുക്ക് 2 ആൻസേഴ്സ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പം നമുക്ക് 2 പേർ, ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 പേരാണ് കിട്ടേണ്ടത്. ബട്ട് നമ്മൾ ക്യൂബ് റൂട്ടിനെ എഴുതുമ്പോൾ നമ്മൾ 1ൻ്റെ ക്യൂബ് റൂട്ട് ആര് തന്നെയാണ്? 1. അപ്പോൾ 2 പേരെ നമ്മൾ എഴുതാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇത്ര നാളും? ഏത് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എഴുതുമ്പോൾ ഒരാൾ എഴുതത്തുള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, x³ = 27, ദെൻ x = ക്യൂബ് റൂട്ട് ഓഫ് 27, ആൻസർ 3. അതേപോലെ x³ = 8, then x = ക്യൂബ് റൂട്ട് ഓഫ് 8, ആൻസർ 2. 2 × 2 × 2 8, അതുകൊണ്ടാണ് 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആയത്. ഇവിടെ 3 × 3 × 3 ആണ് 27, അതുകൊണ്ടാണ് 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആയത്. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എല്ലാത്തിനും ആൻസർ 1 എഴുതുന്നുള്ളൂ. ആക്ച്വലി ഏത് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് വരുമ്പോഴും 2 പേരുടെ ബാക്കി വരേണ്ടതാണ് കേട്ടോ, ഇങ്ങനെ വരേണ്ടതാണ്. പക്ഷെ നമ്മൾ എഴുതാറില്ല. അതെന്താണ് റീസൺ? അതിന് റീസൺ എന്താണെന്ന് പറയാം. പക്ഷേ ഇവിടെ സ്ക്വയർ റൂട്ട് എഴുതുമ്പോൾ കണ്ടോ, 2 പേര് എഴുതും, +or-- എഴുതും. ഇതെന്താണെന്ന് കേട്ടോ, ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 പേര്, ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 റൂട്ട്സുകൾ കിട്ടണം. പക്ഷേ ഒരാൾ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. അതിൻ്റെ കാരണം ഒരാൾ മാത്രമേ അതിൻ്റെ റിയൽ വാല്യൂ ഉള്ളൂ. ഈ 1 മാത്രമേ ഉള്ളൂ റിയൽ വാല്യൂ, ഇവിടെ 3 മാത്രമേ ഉള്ളൂ റിയൽ വാല്യൂ, റിയൽ നമ്പർ. മറ്റ് 2 പേരും കോംപ്ലക്സ് നമ്പറാണ്, അതാണ് കോംപ്ലക്സ് റൂട്ട്സുകളാണ്. ഇവിടെ അതുപോലെ 2 എണ്ണവും കോംപ്ലക്സ് റൂട്ട്സുകളാണ്, ഇത് 2ഉം കോംപ്ലക്സ് റൂട്ട്സുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതാഞ്ഞത്. ഇപ്പോൾ റിയലായിട്ട് മാത്രമുള്ളതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് പോകുന്നതേ ഉള്ളൂ. മറ്റ് 2 പേര് കോംപ്ലക്സ് റൂട്ട്സുകളാണ് പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട്സും 3 പേരായിരിക്കും. അതിൽ ഒരാൾ മാത്രമേ റിയൽ വാല്യൂ ഉള്ളൂ, മറ്റ് 2 പേരും കോംപ്ലക്സ് റൂട്ട്സുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി എന്താണ് ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിക്കേ, x³ = 1, അവിടുന്ന് x³ - 1 ഈസ് ഈക്വൽ എത്രയെന്ന് എഴുതാം? 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് a³ - b³ എന്ന് പറയുന്നതിൻ്റെ ഫാക്ടറൈസേഷനെ അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് a³ - b³? a - b × a² + ab + b². ഇതാണ് a³ - b³. അപ്പോൾ x³ - 1, 1നെ നമുക്ക് 1³ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് a³ - b³. ഇപ്പോൾ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 ബ്രാക്കറ്റ് വരുമ്പോനെ, 2 ബ്രാക്കറ്റിൽ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ x - 1, a³ - b³. ഫസ്റ്റ് ബ്രാക്കറ്റ് ഈ ക്യൂബുകൾ ഇല്ലാതെ a - b, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബുകൾ ഇല്ലാതെ x - 1. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ബ്രാക്കറ്റ് എങ്ങനെയാണ് എഴുതുന്നത്? സെക്കൻഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ എഴുതുക, ഇത് 2 കൂടെ പ്രോഡക്റ്റ് എഴുതുക, ഇതിൻ്റെ സ്ക്വയർ എഴുതുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എഴുതുക പ്ലസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഇതിൻ്റെ സ്ക്വയർ എഴുതുക, ഈക്വൽ എത്രയാണ്? 0. അപ്പോൾ ഇതേ ഇൻറ്റു ഇതേ 0 എന്ന് പറയുമ്പോൾ x - 1 = 0 എന്നും കിട്ടും. ഇത് x - 1 0 എന്ന് എഴുതും, x² + x + 1 = 0 2ആക്കി എഴുതണം. x - 1 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മോനെ? x = 1 കിട്ടും. ഓക്കെ, x = 1, ഇതാ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന 1. x² + x + 1 = 0 ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് എത്ര വാല്യൂസ് കിട്ടും? 2 പേർ. ആ 2 പേരാണ് കോംപ്ലക്സ് റൂട്ട്സുകളായിട്ട് വരാൻ പോകുന്നത്. Then x = -b +or- √b² - 4ac / 2a. അപ്ലൈ ചെയ്ത് കേട്ടോ, ഫോർമുല പറയുന്നു, വാല്യൂ കൊടുത്തു പോകുന്നു, അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ -b, അപ്പോൾ 4ac എന്ന് പറയുമ്പോൾ എയും ബി സി ഒക്കെ ഇവിടെ 1 ആണ്. ഇതൊക്കെ 1 ആയതുകൊണ്ട് എഴുതിയില്ല കേട്ടോ.
ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3/2. ശരിയല്ലയോ? 1 സ്ക്വയർ ഈസ് 1, 1 - 4 ഈസ് -3. ഓക്കെ, ആൻസർ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3i/2. -1 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 3/2 അല്ലെങ്കിൽ റൂട്ട് 3i/2. ഇത് നമുക്ക് രണ്ടാക്കി മാറ്റാം. -1 പ്ലസ് i റൂട്ട് 3/2 എന്നും -1 - i റൂട്ട് 3/2 എന്നും രണ്ടായി. ഇതായിരുന്നു നമ്മുടെ ആ കോംപ്ലക്സ് റൂട്ട്സുകൾ, ബാക്കി രണ്ട് പേർ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു പേര് കൊടുക്കുന്നു. അപ്പം നമ്മൾക്ക് 3 റൂട്ട്സ് ആയി മോനെ. ഇതൊരെണ്ണം, ഇത് രണ്ടാമത്തവൻ, ഇത് മൂന്നാമത്തവൻ. അപ്പോൾ ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് 3 പേരെ കിട്ടുന്ന വഴിയാണ് ഈ കാണിച്ചത്. ഇവിടെ നമുക്ക് 1-നെയാണ് ചെയ്തത്. ഇതേപോലെ കീഴടക്ക് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഒരു 3 കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ പിന്നെ പോട്ടെ, നമുക്ക് അതൊന്നും ആവശ്യമില്ല. ഇനി ഇവർക്കൊരു പേരുണ്ട്, ഫേമസ് ആയിട്ടുള്ള പേരാണ് കേട്ടോ, വളരെ ഫേമസ് ആണ്. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒമേഗ. ഓക്കെ, ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഇയാളെ വിളിക്കുന്ന പേര് ഒമേഗ സ്ക്വയർ. രസത്തിന് വിളിച്ചതല്ല കേട്ടോ, ഒമേഗ, മറ്റേ ഒമേഗ സ്ക്വയർ അതല്ല. ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട് മോനെ. ഇത് ഒമേഗയാണെങ്കിൽ ഇത് ഒമേഗ സ്ക്വയർ എന്ന്, മീനിങ് ഇയാളെ സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും. അതാണ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇയാളെ സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ ഇയാളുടെ സ്ക്വയർ ആണിത്, അതാണ് അർത്ഥം. ഓക്കെ, ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഹോൾ സ്ക്വയർ ഒക്കെ വെച്ചോണ്ട് എക്സ്പാൻഡ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ ഇത് ഒമേഗയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ആണ് ഇയാൾ, അതുകൊണ്ട് ഇയാൾ ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കാം, അല്ലാതെ ചുമ്മാതെ കൊടുത്തതല്ല. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ 1-ൻ്റെ ക്യൂബ് റൂട്ട്സുകൾ 1 ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റ് ഫേമസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ എങ്ങനെയാണ് 1-ൻ്റെ ക്യൂബ് റൂട്ട്സ് വന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഇനി നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. 1 + ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 1-ൻ്റെ ക്യൂബ് റൂട്ട്സുകളാണ് ഈ 3 പേർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്? 1 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ഈ വാല്യൂ എടുത്ത് എഴുതണം. അപ്പോൾ 3 പേരായി, 1ഉം ഇതും എല്ലാം കൂടെ അങ്ങോട്ട് പ്ലസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ കട്ട് ചെയ്ത് എല്ലാ ആൻസർ എത്രയായി പോവും? 0. ഞാൻ അത് കാണിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ പ്രൂഫിൻ്റെ ആവശ്യമില്ല. പക്ഷേ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒമേഗ × ഒമേഗ സ്ക്വയർ. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഒമേഗ ക്യൂബ് അല്ലേ മോനെ വരുന്നത്? എന്ന് പറഞ്ഞാൽ ഒമേഗ × ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് അല്ലേ? ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. മറന്നുപോലെ ഇതേ ഇൻറ്റു ഇത് ചെയ്താൽ 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള 2 റിസൾട്ട്സുകൾ. 1 + ഒമേഗ സ്ക്വയർ = 0 ആൻഡ് ഒമേഗ ക്യൂബ് = 1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി = 0. അതാണ് കേട്ടോ, അതാണ് റിസൾട്ട് ഒന്നാമത്തേൻ്റെ. അപ്പോൾ ഒമേഗ ക്യൂബ് = 1 എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ് 6 വന്ന, ഒമേഗ റേസ് 12 വന്ന, ഒമേഗ റേസ് 99 വന്ന. അപ്പോൾ അവിടേക്ക് എന്താ ഒരു പ്രത്യേകത വന്നത്? ഒമേഗയുടെ പവറിൽ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ ഈസ് 1. മറന്നുപോലെ കേട്ടോ, ഒമേഗയുടെ പവറിൽ 3യുടെ മൾട്ടിപ്പിൾ 6, 3 × 2 12, 3 × 4 ഇത് 3 × 33. അപ്പോൾ ഒമേഗയുടെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 3 വന്നാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ റേസ് ടു 3n 1 ആയിരിക്കും. ഓക്കെ, ഒമേഗ റേസ് 3n ദാറ്റ് മീൻസ് പവറിൽ 3യുടെ മൾട്ടിപ്പിൾ. അങ്ങനെയാണെങ്കിൽ ഒമേഗ റേസ് ടു 3n + 1 വന്നാൽ ഒമേഗ ആയിരിക്കും. ഒമേഗ റേസ് ടു 3n + 2 വന്നു കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആയിരിക്കും. അതും ഞാൻ കാണിക്കാം, ശ്രദ്ധിച്ചോ. ഒമേഗ റേസ് 3n + 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒമേഗ റേസ് 13 എന്ന് വന്നു. ഒമേഗ റേസ് 13. ഈ 13 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളിനേക്കാളും 1 കൂടുതലല്ലേ? 13 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളിനേക്കാളും 1 കൂടുതൽ, ശരിയല്ലേ? 12 അല്ലയോ 13 തൊട്ട് മുമ്പുള്ള 3യുടെ മൾട്ടിപ്പിൾ ആരാ? 12, 12 അല്ലേ? അപ്പം 3 × 4 + 1 എന്ന് എഴുതാം, ശരിയല്ലേ? 13 3 × 4 + 1 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളിനോടുകൂടി 1 കൂട്ടുന്ന. അങ്ങനെ എപ്പോൾ വന്നാലും ആൻസർ ഒമേഗ ആയിരിക്കും. മറ്റൊരെണ്ണം കൂടെ നോക്കിക്കോ. ഒമേഗ റേസ് 25 ഈസ് ഓൾസോ 1 ബിക്കോസ് 25 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളിനോടുകൂടി 1 കൂടുന്ന, ശരിയല്ലേ? 24 3യുടെ മൾട്ടിപ്പിളാണ്, 1 കൂടല്ലേ 25. അങ്ങനെയാണെങ്കിൽ ഒമേഗ ആയിരിക്കും ആൻസർ. ഇനി 2 കൂടുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഒമേഗ റേസ് 20 എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതലാണ്, ശരിയല്ലയോ? അവിടെ 20ക്ക് തൊട്ടിപ്പുറത്തുള്ള 3യുടെ മൾട്ടിപ്പിൾ ഏതാ? 18. അതിനേക്കാളും 2 കൂടുതലല്ലേ? 20. ആൻസർ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതേപോലെ ഇനിയും ഒമേഗ റേസ്, ഇതേപോലെ ഇപ്പോൾ ഒമേഗ റേസ് 38. ഒരേക്കോ വാട്ട് ഈസ് ഒമേഗ റേസ് 38? ഒമേഗ സ്ക്വയർ ബിക്കോസ് 38 എന്ന് പറഞ്ഞാൽ
തൊട്ട് മുമ്പുള്ള 36 3യുടെ മൾട്ടിപ്പിൾ അതാ അല്ലേ, 38 മുമ്പുള്ള 3യുടെ മൾട്ടിപ്പിൾ 36 36നോട് 2 കൂടുന്നതാണ് അല്ലേ. അപ്പോൾ ഒമേഗ റേസ് 36 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? ഒമേഗ സ്ക്വയർ. കാരണം 38 കേട്ടോ, 38 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഒമേഗയുടെ 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതൽ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണെങ്കിൽ ഒമേഗയും 2 ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. ഒമേഗ നെക്സ്റ്റ് പവറിൽ 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതലാണെങ്കിൽ അത് ഒമേഗ സ്ക്വയറും ആയിരിക്കും. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കിയേ, ഞാൻ ലാസ്റ്റിൽ നിർത്തുകയാണ്. നോക്കിക്കേ, ഇപ്പോൾ ഒമേഗ റേസ് 24, ഒമേഗ റേസ് 25, ഒമേഗ റേസ് 26 ഈ 3 പേരുടെയും പ്രത്യേകത എന്താ മോനെ? ഇത് 3യുടെ മൾട്ടിപ്പിൾ, ഇത് 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതൽ, ഇത് 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 2 കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ വാല്യൂ 1, ഇയാളുടെ വാല്യൂ ഒമേഗ, ഇയാളുടെ വാല്യൂ ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി വലിയൊരു പവർ വന്നാൽ സിംപ്ലിഫൈ ചെയ്ത് ഒമേഗയാണോ 1 ആണോ ഒമേഗ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാൻ 3യുടെ മൾട്ടിപ്പിൾ ആണോ അതോ 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണോ 2 കൂടുതലാണോ എന്നുള്ളതിനെ ബേസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. തുടക്കം ക്ലിയർ ആയോ? മനസ്സിലായോ? പിന്നെ നമ്മുടെ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളും എന്ന് പറഞ്ഞാൽ എൻട്രൻസിന് വേണ്ടിയുള്ള അടിപൊളിയായിട്ടുള്ള ഷോർട്ട് കട്ട്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ മെറ്റീരിയലും ഇക്വേഷൻ ബുക്കിലെറ്റും എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും പറ്റുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ, ഇതൊക്കെ വളരെ ആവശ്യമാണ്. മാത്സ് അല്ലാതെ ഒരു എൻട്രൻസിന് മാത്രമല്ല, ഹയർ സ്റ്റഡീസിലെല്ലാം മാത്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.